എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം നേരുകയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം, കാൻവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മിക്കവരും യൂട്യൂബൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ടൊന്ന് പോകാം. നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് കാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. www.canva.com. ഞാൻ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗൂഗിൾ ID ഉപയോഗിച്ച്, ജിമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് സൈൻ ഇൻ ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഉദാഹരണത്തിന് നമ്മൾ യൂട്യൂബിൻ്റെ തംബ്നെയിലാണെങ്കിൽ നമ്മളിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് യൂട്യൂബ് തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ, ആ ഒരു സൈസും കാര്യങ്ങളായിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കിട്ടും. ഒത്തിരി ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കിട്ടും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് അതിലുള്ള എലമെൻസുകൾ മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള എലമെൻസുകൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഞാനൊരു ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു തംബ്നെയിലുണ്ട്, അത് ഞാൻ ഇവിടെ നിന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ അപ്ലോഡിൽ പോയിട്ട് ഈ ഒരു ക്യാൻവാസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടുജീവിതം എന്നാണ് നമ്മൾ ആ ഒരു കഴിഞ്ഞ ഒരു വീഡിയോക്ക് കൊടുത്ത ടൈറ്റിൽ. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്ത പിക്ചറാണിത്. ഇതിൽ നമ്മൾ ഈ പിക്ചർ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്യാൻവാസിലേക്ക് ഫിറ്റായി വെക്കുക, ഡ്രാഗ് ചെയ്ത് വെക്കുക, എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം പിന്നെ ഞാൻ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ആടുജീവിതം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തതാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഗൂഗിളിൽ പോയിട്ട് മലയാളം ടൈപ്പിംഗ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുത്തുപുര എന്ന് പറയുന്ന ഒരു അതിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ എഴുത്തുപകരണങ്ങളിലേക്ക് നമ്മൾക്ക് പോകും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട മലയാളം വേർഡ്സുകൾ നമുക്ക് അടിക്കാവുന്നതാണ്. ഞാൻ ആടുജീവിതം തന്നെ ഞാൻ അടിക്കാം. ആടുജീവിതം, ഈ ഒരു വേർഡാണ് എനിക്ക് വേണ്ടത്. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ വീണ്ടും നമ്മൾ കാൻവയിലോട്ട് വരികയാണ്. കാൻവയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മളൊരു ടെക്സ്റ്റിൻ്റെ ഒരു ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഐക്കൺ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ഒരു ഇത് നമുക്കിവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതത്ര കൃത്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നമ്മളൊരു എലമെൻറ്റ്സ് എടുക്കുകയാണ്. എലമെൻറ്റ്സ് എടുത്തുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെന്താണോ കൊടുത്തിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ കളർ ഞാൻ ബ്ലാക്ക് ആക്കുകയാണ്. ബ്ലാക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു വേർഡിങ്സ് കുറച്ച് വലുതാക്കി ഒന്ന് ബോൾഡാക്കാം. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂട്യൂബിലൊക്കെ കൊടുക്കുമ്പം തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു വീഡിയോയിലുള്ള ഡോറാണ്. ഇത് കണ്ടിട്ട് വേണം ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ, വളരെ വലുതായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതിനുശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ വത്ബയിലാണ് ഈ ഒരു സ്ഥലം. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വത്ബ ഫാം ഹൗസ് ഒന്നും കൂടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വത്ബ ഫാം ഹൗസ്. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നമുക്ക് നല്ലൊരു രസകരമായിട്ടുള്ളൊരു ഫോൺസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഫോൺസ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോൺസ് നമ്മൾ ഇവിടെ മാറ്റം വരുത്താണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ആദ്യം ഫോട്ടോ ആഡ് ചെയ്തു, അതിൻ്റെ പിറകിൽ നമ്മൾ പേര് കൊടുത്തു, അതിനുശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഐക്കണും കൂടി ഇതിനകത്ത് ലോഗോ കൂടി ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലോഗോ കൂടി ഞാൻ അതിനകത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്ലോഡിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്.
അപ്പോൾ എൻ്റെ ലോഗോ ഞാൻ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ലോഗോ. ഈ ലോഗോ കൂടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു സ്ഥലത്ത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ലോഗോ നമുക്ക് അത്ര വല്ലാണ്ട് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ട്രാൻസ്പാരൻസി കുറക്കാം. എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ട്രാൻസ്പാരൻസി കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേർഡിങ്സ് ഇതിനകത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഒരു സൈൻ ഇതിനകത്ത് കയറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് സാധ്യമാണ്. നമ്മുടെ യൂട്യൂബിൻ്റെ പേര് ഒരു ഐക്കൺ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമ്മുടെ പേര് വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. യൂട്യൂബ് ചാനലിൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജമാൽ തൃക്കരിപ്പൂർ. ഇത് ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത്രയും നമുക്കൊരു തമ്പനെയിലിൽ ഇത് ധാരാളമാണ്. ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ട്രാൻസ്പാരൻസിയൊക്കെ ഇച്ചിരി കുറച്ച് കൊടുക്കാം, അല്ലാണ്ട് കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു തമ്പനെയിൽ നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇതൊന്നും ചെയ്യാനില്ല, നമ്മൾ ഇത് നേരെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഡൗൺലോഡ് പോയി കഴിഞ്ഞാൽ PNG ഉണ്ട്, അതേപോലെ JPG, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് PNG തന്നെ സെലക്ട് ചെയ്യാം, ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ പ്രിപ്പയറിങ് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ ചെയ്ത ഡിസൈൻ ഇവിടെ ആടുജീവിതം എന്ന പേരിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡൗൺലോഡ് വന്നു കഴിഞ്ഞു. നമ്മളതൊന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡിൽ പോയിട്ട് നോക്കാം. നമ്മളുണ്ടാക്കിയ ആ ഒരു ഡിസൈനാണ് ഈ കിടക്കുന്നത്. ഇതാണ് നമ്മളുണ്ടാക്കിയ ഡിസൈൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാൻവയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള മറ്റ് ഡിസൈനുകളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വൺസ് അഗെയിൻ താങ്ക് യു.